ഹലോ ഗേസ്, നമ്മളിപ്പോൾ ന്യൂസ് കളിക്കുകയാണ്. ഞാൻ ഒരു ടീമേറ്റ് നമ്മുടെ കൂടെ കളിക്കുന്നത്, ഞാനങ്ങനെ എൻ്റെ വോയിസ് ഒന്നും ഇങ്ങനെ കേൾപ്പിച്ചിട്ടില്ല. പിന്നെ ഗേസ്, ഞാനങ്ങനെ ന്യൂസ് കളിക്കുകയാണ്. എൻ്റെ കളി എങ്ങനെയാണെന്ന് കാണുക ഗേസ്. ഞാൻ ഒരു ടീമേറ്റ്, അവനെ ഞാൻ ഫോളോ ചെയ്ത് ഗേസ് അറിയാതെ. അവരാണെങ്കിൽ ഏതോ കണ്ടെത്തിക്കൊണ്ട് ചാടിച്ച് അവസാനം നമ്മളെ ഫ്രണ്ട് ചെയ്താണ്ട് 2 പേർ ഇറങ്ങുന്നുണ്ടോ. ഇപ്പോൾ കാണിച്ചുതരാം ഗേസ്. ഫ്രണ്ടിൽ 2 പേര് ഇപ്പോൾ ഇറങ്ങും. അവർ കണ്ടോ, ആ 2 പേര് കണ്ടോ, 2 അല്ല 3 പേരുണ്ട് ഗേസ്. അവർ ഇറങ്ങും. ഞാൻ ഓടിച്ചെന്ന് മറ്റേ സംഭവം എടുക്കുന്നുണ്ട്. അവൻ ടീമേറ്റിൽ ഒരുത്തൻ തോണ്ടിരിക്കുന്നു. അവനെ നൈസായിട്ട് അടിച്ചിട്ടിട്ട് അവനെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ അടുത്തൊരുത്തൻ ഒരു ഷോട്ട് ഗണ്ണും കൊണ്ട് വരും. അവനെ അടിച്ചിട്ട് ഫിനിഷ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കണ്ട ഒരു ഫുഡ് സ്റ്റെപ്പ് ഇട്ടു. ഞാൻ വെച്ച് 3ാമത്തെ അവനായിരിക്കുമെന്ന്. പിന്നെ മനസ്സിലാക്കി ഇത് ബോട്ടായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ അവൻ്റെ നൈസ് നമ്മുടെ DBS ഉണ്ടായിരുന്നു. അവൻ്റെ ആ ബോട്ടിൻ്റെ DBS ഞാൻ DBS എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ടീമേറ്റ് ഞാൻ DBS റീലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഗൈസ്, ചുറ്റും സ്ക്വാഡൊക്കെ ഉണ്ട്. അപ്പോൾ ആണ്ട് ഒരുത്തൻ ഇവിടെ ഞാൻ ലൂട്ട് എടുക്കുമായിരുന്നു ഗൈസ്. പിന്നെ ലൂട്ട് എടുത്ത് കഴിഞ്ഞ് ലൂട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ലൂട്ടെല്ലാം എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ നോക്കി. ഞാൻ വെച്ച് റീകോളായി വരുവാന്ന് വിചാരിച്ച്. അപ്പം ഇങ്ങനെ നിൽക്കുക ഗൈസ്. ഞാനിങ്ങനെ കളിച്ച് നിൽക്കുക. അപ്പോൾ നമുക്കടുത്ത് ഞാൻ ഇപ്പുറത്തെ സൈഡ് വെളിയിലോട്ട് പോയി നോക്കിക്കുന്നു. അപ്പോൾ എനിക്ക് അപ്പുറത്തൊരുത്തം പീക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ നോക്കായിരുന്നു. ചെറുതായിട്ട് ഒരു ലിറ്റ് കിട്ടിയില്ല. അപ്പോൾ നമ്പർ 3 ആരും അടിച്ചിട്ട് ഞാൻ നൈസായിട്ട് ഇച്ചിരി ലിറ്റ് കൊടുത്തു ഗൈസ്. ഇച്ചിരി ലിറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നിട്ട് ഞാൻ ഹീലോ മിഡിലായിരുന്നു ഈ സഞ്ചി. ഞങ്ങളങ്ങനെ അവനെ അടിച്ചിട്ട് പിന്നെ നമ്മളിങ്ങനെ എടുക്കരുത്. പിന്നെ സൈഡിൽ കൂടെ ഇറങ്ങിപ്പോയി അവനെ അടിക്കാനായിട്ട് ബാക്കിലൊക്കെ നോക്കി കറണ്ട് റീക്കോൾ വന്നു. അത് കഴിഞ്ഞിങ്ങനെ പയ്യെ ഇറങ്ങിപ്പോൾ എൻ്റെ തല കണ്ട് പയ്യെ ഇങ്ങനെ എനിക്ക് HP ഇല്ല ഗൈസ്. ഞാൻ ആ സെക്കൻഡ് ഇതിൽ ഞാനങ്ങ് മറന്നുപോയി. അപ്പോൾ ആണിങ്ങനെ DBS എടുക്കുന്നുണ്ടല്ലോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കി അമ്മമാരുടെ അടുത്തോട്ട് അമ്മർക്ക് ബാക്കിലൊരു ഫുഡ് സ്റ്റെപ്പ് കിട്ടും. അത് കേട്ട് അങ്ങോട്ട് ഓടി. അപ്പോൾ അമ്മമാർ നേരിട്ട് തന്നെ പുഷൊക്കെ ഗൈസ്. 2 പേരുണ്ടായിരുന്നു. കണ്ട അവരോടുന്നുണ്ടോ പുഷാക്കി അവർ നേരിട്ട്. ഒരുത്തനെ ഞാൻ അടിച്ചിട്ട് ഗൈസ്. രണ്ടാമത്തനെ അടിക്കാൻ പറ്റിയില്ല. അവനെ അടിച്ചിട്ട് ഗൈസ്. പിന്നെ ഞാൻ എന്ത് ചെയ്യണം, പിന്നെ റീകോൾ ഉണ്ടായിരുന്നു. എന്നിട്ട് ഗൈസ് ഞാൻ റീകോളായി ഇറങ്ങാൻ നേരത്ത് ഞാൻ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക ഗൈസ്. തൻ്റെ ഞാൻ സൈഡിലോട്ട് മാറി ഇറങ്ങി. കാരണം അവിടെ നേരിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വേറെ അടിച്ചിട്ട് ദൂരത്ത് ഞാൻ ഇറങ്ങി ഗൈസ്. ദൂരത്ത് ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ ഇറങ്ങി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവിടെ ഒരു UMP അതൊക്കെ എടുത്തു സെറ്റായി. ഞാൻ അമ്മരടിക്കാമെന്ന് വിചാരിച്ചു പോയി. പിന്നെ ബാക്കിലോട്ട് വന്നാലും സോൺ വരുന്നത് കണ്ടോ ഗൈസ്. ആ സൈഡിൽ ഒരു തോംസൺ സ്കിന്നുണ്ട്. അവനാണ് എന്നെ അടിച്ചിട്ടത്. ഞാൻ നോക്കി നൈസിന് സ്കോപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് സ്കോപ്പ് മാറ്റിയിട്ട് നോക്കി ഒന്നും അവിടെ കാണുന്നില്ല. അപ്പം എന്നോട് മനസ്സിലായത് DP ഒരുത്തൻ ബാക്കിലുണ്ടെന്ന്. ഇപ്പോഴെല്ലാം മനസ്സിലാകുന്നത്. ഞാൻ കാണിച്ചു തരാം. നിൽക്കെ അതുകൊണ്ട് ഇങ്ങനെ ഒരുത്തൻ ഞാനിപ്പോൾ ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഞാനിവിടെ അമ്മരെ കാണുന്നില്ല. ഇതുണ്ട് ശബ്ദമുണ്ട്. ഇപ്പം നമ്മുടെ 3 കണ്ടോ നോക്കാം. അപ്പോൾ സെയിം ടീം തന്നെ വരും. അപ്പോൾ ഞാനിങ്ങനെ പോകുന്നതായിരിക്കും എനിക്കൊരു നല്ല സീൻസ് പണി വരും ഗൈസ്. ഇപ്പോൾ കണ്ടോടെ കണ്ടോ ബാക്കിൽ DP അടി. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ഫ്രണ്ടിലും എനിമി ബാക്കിലും എനിമി. മരം അടിക്കാൻ ചെന്നപ്പോഴത്തേക്കും ബാക്കിൽ നിന്ന് DP ഇട്ടടിച്ചിട്ട് ഗൈസ് തേഞ്ഞൊട്ടി. അപ്പോൾ DP മറ്റുള്ള അവനും അടിച്ചിട്ട്. ഓക്കെ ബൈ.